യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമമെൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. മറഞ്ഞു വരും മഹാമാരികളെ ഭയപ്പെടില്ല, നാം ഭയപ്പെടില്ല. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. യേശുവിൻ നാമം എൻ പ്രാണനു രക്ഷ, കുഞ്ഞാടിൻ രക്തം എൻ വീടിനു മുദ്ര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ സ്നേഹവന്ദനം. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 11-ാമത് വാക്യത്തിൽ ഇപ്രകാരം ഒരു സെൻറ്റൻസ് ഉണ്ട്: അവൻ്റെ ശാസനയിങ്കൽ മുഷിയുകയും അരുത് എന്ന വചനമാണ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മെ ഉപദേശിക്കുന്നതും നമ്മെ തിരുത്തുന്നതും നമ്മെ ഗുണദോഷിക്കുന്നതും നമ്മെ ശാസിക്കുന്നതുമൊന്നും നമുക്കിഷ്ടമില്ലാതെ പോകുന്ന സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ദൈവം നമ്മെ ശാസിക്കുമ്പോൾ, ദൈവം നമ്മെ ഗുണദോഷിക്കുമ്പോൾ, ദൈവം നമ്മെ ഉപദേശിക്കുമ്പോൾ അത് നമുക്ക് നന്മയാകും എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നെങ്കിൽ അത് നമുക്ക് അനുഗ്രഹ കാരണമായി തീരുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. നാം ശമൂവേലിനെഴുതിയ 1-ാം പുസ്തകം 1-ാം അധ്യായം 14-ാം വാക്യത്തിൽ വരുമ്പോൾ സങ്കടത്തോടെ, വേദനയോടെ, പ്രാർത്ഥന നിരതയായി ആലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു ഹന്നയുണ്ട്. അവളുടെ ജീവിതത്തിൽ ഏറിയ നാളുകളായി വളരെ മാനസിക തകർച്ചയുടെ മുമ്പിലൂടെയാണ് അവൾ കടന്നു പോകുന്നത്. അല്പസമയം ദൈവസന്നിധിയിൽ ഇരുന്നൊന്ന് ആശ്വസിക്കുവാൻ വേണ്ടി വന്നവളാണ്. എന്നാൽ ഏലി പുരോഹിതൻ അവളെ നോക്കി പറയുന്നത് ഇപ്രകാരമാണ്: നീ എത്രത്തോളം ലഹരി പിടിച്ചിരിക്കും, നിന്റെ വീഞ്ഞിറങ്ങട്ടെ എന്ന് പറഞ്ഞു. അവളെ ശാസിച്ചുകൊണ്ട്, അവളെ ഗുണദോഷിച്ചുകൊണ്ട്, അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പുരോഹിതൻ അവളോട് പറയുകയാണ്: നീ ദേവാലയത്തിനകത്ത് വീഞ്ഞു കുടിച്ച് കടന്നു വന്നിരിക്കുന്നു എന്ന് ചോദിച്ച് അവളോട് സംസാരിക്കുകയാണ്. എന്നാൽ ഏലി പുരോഹിതൻ്റെ വാക്കുകളുടെ മുൻപിൽ ഹന്ന വളരെ സങ്കടത്തോടെ പറയുന്നത്: അങ്ങ് പറയുന്നത് പോലെ ഞാൻ വീഞ്ഞു കുടിച്ച് എൻ്റെ സുബോധം നഷ്ടപ്പെട്ടിട്ട് ഞാൻ ആലയത്തിൽ വന്ന് സങ്കടപ്പെടുകയല്ല, മറിച്ച് ഞാൻ മനോവ്യസനത്തോടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ പറയുന്നതായ ഏലി പുരോഹിതൻ്റെ മുമ്പിൽ ക്ഷമയോടുകൂടി നിൽക്കുന്ന, മുഷിയാതെ നിൽക്കുന്ന, പിണങ്ങാതെ നിൽക്കുന്ന ഒരു ഹന്നയെ കാണാം. എന്താണ് സംഭവിക്കപ്പെട്ടത്? ആ ഏലി പുരോഹിതനോട് ദൈവം പറഞ്ഞു: നീ സംസാരിച്ചത് തെറ്റായിപ്പോയി, നീ അവളോട് ഒരാലോചന പറക, അടുത്ത വർഷം ഈ സമയത്ത് നിനക്ക് ഞാനൊരു തലമുറയെ തരുമെന്ന് പറയുവാൻ ദൂത് പറയുകയാണ്. ഏലി പുരോഹിതൻ്റെ വാക്കുകളുടെ മുമ്പിൽ മുഷിച്ചില് തോന്നാതെ ക്ഷമയോടെ നിൽക്കുന്ന ഹന്നയ്ക്ക് ഒരനുഗ്രഹം ലഭിച്ചു എന്നാണ് അവിടെ വായിക്കുവാൻ കഴിയുന്നത്. എന്നാൽ 1 ശമൂവേലിൻ്റെ പുസ്തകം 13-15 അധ്യായങ്ങളിൽ വരുമ്പോൾ 2 വസ്തുതകൾ കാണുവാൻ കഴിയും. 13-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ ശമൂവേൽ ശൗലിനോട് ചോദിച്ചു: നീ ഈ ചെയ്തത് എന്താണ്? യാഗം കഴിക്കുവാൻ നിനക്ക് പ്രമാണമില്ലാതിരിക്കെ നീ അത് ചെയ്തത് എന്താണ്? തെറ്റായിപ്പോയി കേട്ടോ എന്ന് പറഞ്ഞ് ശമൂവേൽ ശൗലിനെ ശാസിക്കുന്ന ഒരു ഭാഗമാണ്. 15-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോഴും അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവിടെയും പറയുന്നത്: എൻ്റെ ചെവിയിലെത്തുന്ന ആടുകളുടെ ഈ കരച്ചിലും ഞാൻ കേൾക്കുന്ന കാളയുടെ മുക്കറിയും എന്ത് എന്ന് ചോദിച്ചു. നിർമൂലമാക്കേണ്ട ഇടത്തുനിന്ന് നന്മയുള്ള, കറവയുള്ള, നല്ലതായ ചിലതിനെ കൊണ്ടുവന്ന് വച്ചിരിക്കുമ്പോൾ ശമൂവേൽ ശൗലിനോട് ചോദിക്കുകയാണ്: എന്താണ് ഈ കേൾക്കുന്നത്? എന്താണ് നീ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ആ ശാസനയുടെ മുമ്പിൽ ശമൂവേലിനോട് മുഷിയുവാനിടയായി, ഇഷ്ടക്കേടുണ്ടാകുവാനിടയായി,
തൽഫലമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ശൗലിൻ്റെ രാജ്യസ്ഥാനം നഷ്ടപ്പെടുവാനും താന് ദൈവത്തെ തള്ളപ്പെടുന്നതിനും അത് കാരണമായി തീർന്നു എന്ന് ആ ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയുമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം എങ്ങനെയാണ്? നമ്മെ ശാസിക്കുന്നവരോട് നാം മുഷിയുകയാണോ? ശൗലിനെ പോലെ ശമൂവേൽ പറഞ്ഞപ്പോൾ മുഷിപ്പ് തോന്നി തകർന്നു പോയതുപോലെയാണോ നാം? അല്ല. ഹന്നയെപ്പോലെ നമ്മോട് പറയുന്ന വാക്കുകളുടെ മുമ്പിൽ മുഷിഞ്ഞു പോകുന്നവരല്ല നാം. ദൈവത്തോട് കൂടെ നിൽക്കുവാൻ ഉത്സാഹിക്കുന്നവരായി തീരുകയാണോ? അങ്ങനെയെങ്കിൽ അതൊരു അനുഗ്രഹമായി തീരും. അതിന് നമ്മെ സമർപ്പിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങളെ ശാസിക്കുമ്പോൾ ഞങ്ങൾ മുഷിഞ്ഞു പോയിട്ട് ഞങ്ങൾ നശിക്കുന്നവരായിട്ടല്ല, ഞങ്ങൾ ഹന്നയെപ്പോലെ ശാന്തതയോടെ നിന്ന് നന്മ പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.